നമസ്കാരം. ഒരു ദിവസത്തിലേറെ നീണ്ടുനിന്ന ആശങ്കകൾക്കൊടുവിൽ താനൂരിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികളെ കണ്ടെത്തിയിരിക്കുകയാണ്. മുംബൈയിൽ നിന്നാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയോടെ ഇരുവരും മുംബൈയിലെ ഒരു സലൂണിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടികളെ കണ്ടെത്താനായത്. മുംബൈയിലെ ലാസ്യ സലൂണിലാണ് മുടി ഡ്രിം ചെയ്യാനായി പെൺകുട്ടികൾ എത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഇരുവരും സലൂണിൽ എത്തിയതെന്നാണ് ജീവനക്കാർ പറയുന്നത്. മുഖം മറച്ചാണ് ഇരുവരും എത്തിയിരുന്നത്. 2 പേർക്കും ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിക്കാൻ അറിയില്ല. ഇതോടെ മലയാളം അറിയുന്ന ഒരു ജീവനക്കാരൻ സലൂണിൽ പെൺകുട്ടികളെ സഹായിക്കാനായി എത്തിയിരുന്നു. മുഖത്തിന്റെ ലുക്ക് ആകെ മാറ്റണം എന്നും മുടി സ്ട്രെയിറ്റ് ചെയ്യണമെന്നുമായിരുന്നു പെൺകുട്ടികളുടെ ആവശ്യം. ഇത് പ്രകാരം ഇരുവരുടെ നീളമുള്ള മുടി മുറിച്ചു കളഞ്ഞു. സലൂണിൽ എത്തിയപ്പോൾ പേരും മൊബൈൽ നമ്പറും ചോദിച്ചിരുന്നു. എന്നാൽ മൊബൈൽ ഫോൺ കാണാതായി എന്നായിരുന്നു പെൺകുട്ടികളുടെ മറുപടി. പേര് വിവരം മാത്രമാണ് ഇവിടെ നൽകിയത്. സലൂണിൽ ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ തന്നെ ഇരുവരും വേഗം പോകാനായി ധൃതി കാട്ടിയിരുന്നു. എന്നാൽ ഇത്രയും പണം മുടക്കുമ്പോൾ മുഴുവനായി ചെയ്യണമെന്ന് സലൂണിലെ ജീവനക്കാർ പറഞ്ഞു. 10,000 രൂപയുടെ ട്രീറ്റ്മെന്റ് ആണ് ഇരുവരും കൂടി ചെയ്തത്. പെൺകുട്ടികളുടെ കൈവശം ധാരാളം പണം ഉണ്ടായിരുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത്. എന്തിനാണ് മുംബൈയിലേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയതാണെന്നാണ് പറഞ്ഞത്. അതേസമയം അക്ബർ റഹീം എന്ന യുവാവും ഇവർക്കൊപ്പം മുംബൈയിലേക്ക് പോന്നിരുന്നു. ഒരു പെൺകുട്ടി ആവശ്യപ്പെട്ടിട്ടാണ് യുവാവ് ഒപ്പം പോയതെന്ന് എടവണ്ണ സ്വദേശിയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ സുഹൃത്തുക്കളായത്. വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും കുടുംബത്തോടൊപ്പം തുടരാൻ കഴിയില്ലെന്നും പെൺകുട്ടി പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ യുവാവ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്നും എന്നാൽ സഹായിച്ചാലും ഇല്ലെങ്കിലും താൻ പോകുമെന്ന് പറഞ്ഞുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. ബുധനാഴ്ച രാവിലെയാണ് യുവാവ് എടവണ്ണയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും ഇവർ പറഞ്ഞു. മുംബൈയിലേക്ക് പോകാനുള്ള കുട്ടികളുടെ പദ്ധതി മനസ്സിലാക്കിയതോടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു ഇയാൾ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. റഹീമിന് മുംബൈയിലേക്കുള്ള ടിക്കറ്റുകൾ എടുത്തു നൽകിയത് കുട്ടികളാണ്. ഈ വിശദീകരണങ്ങളെല്ലാം പോലീസ് പരിശോധിക്കും. മൂവരും മുംബൈയിൽ ട്രെയിനിൽ ഇറങ്ങിയപ്പോഴാണ് കേരളത്തിൽ ഇതൊരു വലിയ വാർത്തയായി മാറിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും മനസ്സിലായതെന്നും നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് യുവാവ് പിന്നീട് അറിയിച്ചത്. ഇതിന് വിസമ്മതിച്ച കുട്ടികൾ പിന്നീട് തന്റെ അടുത്ത് നിന്ന് പോയെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി തന്നെ റഹീം ട്രെയിനിൽ കേരളത്തിലേക്ക് മടങ്ങി. ബുധനാഴ്ച മുതലാണ് 2 കുട്ടികളെ കാണാതായത്. ബുധനാഴ്ച പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്ന് ഇരുവരും സ്കൂളിലേക്ക് പോയിരുന്നു. എന്നാൽ ഇരുവരും പരീക്ഷയ്ക്ക് ഹാജരായിരുന്നില്ല. ഈ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയതും ഒരു കുട്ടിയുടെ അച്ഛനായിരുന്നു. ഒരു കുട്ടിക്ക് മാത്രമേ പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ കുട്ടി വീട്ടിൽ കള്ളം പറയുകയായിരുന്നു. പരീക്ഷയ്ക്ക് ഒരു കുട്ടി എത്തിയില്ലെന്ന് സ്കൂൾ അധികൃതർ തിരിച്ചറിഞ്ഞു. തുടർന്ന് അധ്യാപകർ വീട്ടിൽ വിളിച്ച് കാര്യം തിരക്കിയതോടെയാണ് വീട്ടുകാർ കാര്യം അറിയുന്നത്. തുടർന്ന് മാതാപിതാക്കൾ താനൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അക്ബർ റഹീം മഞ്ചേരിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഇതിനിടെയാണ് കുട്ടികളെ പരിചയപ്പെടുന്നത്. ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുക്കേണ്ട സാഹചര്യമുണ്ട്. പെൺകുട്ടികൾ നൽകുന്ന മൊഴി ഇക്കാര്യത്തിൽ നിർണായകമാകും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.